സാറേ ഒരു ചെറിയ വിവാദം കേരളത്തിൽ ഉടലെടുത്തിട്ടുണ്ട്. എന്താണ്? അല്പവസ്ത്രമാണ് പ്രശ്നം. ആരുടെ? നമ്മളെ നടി അമല പോൾ ആൽബർട്ട്സ് കോളേജ്. സെന്റ് ആൽബർട്ട്സ് കോളേജിൽ വളരെ മോശമായ വസ്ത്രം ധരിച്ചു വന്നു. മോശം എന്ന് പറഞ്ഞാല് ഇറക്കം കുറഞ്ഞ വസ്ത്രം ധരിച്ചു വന്നു. അല്ല, ഇറക്കം കുറഞ്ഞാൽ അത് മോശമാവും. അല്ല, ചില വസ്ത്രം ഇറക്കം കൂടിയാലും മോശമാവും. അങ്ങനെയുള്ള വസ്ത്രങ്ങളുണ്ടല്ലോ. വസ്ത്രങ്ങൾ പലവിധം, അത് ധരിക്കുന്നവരും പലവിധം. അങ്ങനെയാണല്ലോ നമ്മുടെ നാട്ടില്. അപ്പോ ഈ നടി വളരെ നീളം കുറഞ്ഞ ഒരു കുട്ടിപ്രോഗ് പോലത്തെ ഒരു സാധനം തൊട്ടുകൊണ്ട് കോളേജിൽ വരികയും അവര് ക്ഷണിച്ചിട്ടാണ് ചെന്നത്, അല്ല ചുമ്മാ പോയതല്ല. അത് പ്രോഗ്രാമിന് അവര് ക്ഷണിച്ചതാണ്. അപ്പൊ അവര് ഈ വസ്ത്രം ധരിച്ച് അവിടെ ചെന്ന് പരിപാടിയിൽ പങ്കെടുത്തു, നൃത്തം ചെയ്തു. അതിപ്പോ വലിയ വിവാദമായി മാറിയിരിക്കുന്നു. അങ്ങനെ ഒരു നടി വന്ന് നൃത്തം ചെയ്യുന്നത് വിവാദമാക്കേണ്ട കാര്യമുണ്ടോ? അതിനകത്ത് വളരെ നിസ്സാരമായ ഒരു കാര്യമാണ്. ഒന്നില്ല, അവർ വിളിക്കരുതായിരുന്നു. ഇതൊരു കലാലയമാണ്. അമലാപോള് ഒരു കലാകാരിയാണ്. അവര് വരുന്നു, സ്വാഭാവികം അവർ നൃത്തം ചെയ്യും. അല്ലെങ്കിൽ കുട്ടികൾ ആവശ്യപ്പെട്ട് പാട്ട് പാടും. പാട്ടുപാടും എന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ ജാസി ഗിഫ്റ്റിനെ പാട്ട് പാടാൻ അനുവദിക്കാത്ത, പാട്ട് പാടാൻ ഒരുങ്ങിയപ്പോ തന്നെ കയ്യിൽ നിന്ന് മൈക്ക് പിടിച്ച് വാങ്ങിച്ചുകൊണ്ട് പോയ പ്രിൻസിപ്പല് നാടാണ്. പിന്നീട് അവർ വിശദീകരിച്ചു വരുന്ന മുമ്പ്. അപ്പൊ ഇതിനകത്തൊരു ചോദ്യങ്ങൾ ഉയരുന്നുണ്ട്, വാസ്തവത്തിൽ ഉയരേണ്ടതാണ് വാസ്തവത്തിൽ. അതായത് ഒരു പ്രോഗ്രാമിലേക്ക് പുറത്തു നിന്ന് ഒരു കലാകാരനെയോ കലാകാരിയെയോ വിളിക്കുമ്പോൾ അതിന്റെ മാനദണ്ഡങ്ങൾ പലതവണ കേരളം ചർച്ച ചെയ്തിട്ടുള്ളതാണ്. പക്ഷെ എനിക്ക് തോന്നുന്നു ഈ അല്പവസ്ത്രം എന്ന് പറയുന്നത് ഇപ്പൊ ഈ നമ്മൾ മനസ്സിലാക്കിയിടത്തോളം ഏറ്റവും മോശപ്പെട്ട നഗ്നതയുടെ അടിസ്ഥാനത്തിൽ നഗ്നമായി കാണാൻ ഏറ്റവും മോശം മനുഷ്യ ശരീരമാണ്. അപ്പൊ അത് മറയ്ക്കാൻ കൂടിയാണ് നമ്മൾ ഈ ഡ്രസ്സ് ഇടുന്നത്. മറ്റു മൃഗങ്ങളെയൊക്കെ ഒരു കുതിരയൊക്കെ ഒന്ന് കണ്ടു നോക്കി, അല്ലെ ആനയെ കണ്ടു നോക്കി, മറ്റു മൃഗങ്ങളെയൊക്കെ നോക്കുക. അപ്പൊ അതിനകത്തൊക്കെ ശരീരത്തിന് പിന്നെ വടിവും ആ ആകാരം. അല്ല, അങ്ങനെയാണ് ഇതാണ് മറച്ചോദ്യം. ഈ നഗ്നശരീരം പോറാണെങ്കിൽ അവിടെ ശലം കാണുമ്പോ ഈ ആളുകൾ അന്തം വിട്ട് നോക്കും. അല്ല, അതാണ് അത് എന്റെ നിങ്ങളുടെ പറഞ്ഞല്ലോ. ഇപ്പൊ വിവാദം ആക്കിയതാരാണ്? കാസയാണ് വിവാദം ആക്കിയത്. കാസ പറഞ്ഞത് എന്താണ്? പിന്നെ ചില അഭിപ്രായങ്ങൾ ചില ഭാഗത്തുനിന്ന് വരുന്നത്, ഇവര് സമീപകാലത്ത് പിന്നെ ഒരു കുഞ്ഞിന് ജന്മം കൊടുത്തിരുന്നു. അപ്പൊ ആ കുട്ടിക്കിടാൻ വെച്ചിരുന്ന കുട്ടി ഉടുപ്പെടുത്ത് വന്നു എന്നുള്ളതാണ്. അത് വാസ്തവത്തിൽ ആ കലാകാരിക്ക് കാസ എന്ന് പറയുന്ന സംഘടനയാണ് ഈ ഇസ്ലാമൈസേഷന് പഠിക്കുന്ന ഒരു സംഘടനയാണ്. നമ്മള് നോക്കേണ്ടത് അവര് ഒരു നമ്മുടെ നാട്ടിലെ ക്രിസ്ത്യൻ സമൂഹം എന്ന് പറയുന്നത് കുറെ പുരോഗമനത്തിൽ ചിന്തിക്കുന്ന ആളുകളാണ്. ഇവരും അതിൽപ്പെട്ട ആളുകളാണ്. ഈ ഇന്ന വസ്ത്രം പാടില്ല, ഇന്നത് ചേരുതെന്നൊക്കെ ഈ പറഞ്ഞതുപോലെ എന്താണ് തിട്ടൂരം കൊടുക്കുന്നത് വേറൊരു മതത്തിലാണ്. അവിടെയാണ് ഇതൊക്കെ നിഷിദ്ധമായിട്ടുള്ളത്. അല്ല, ഇപ്പൊ പറയുന്നത് പറഞ്ഞാൽ അവിടെ ഇരുന്ന കോളേജിന്റെ ബാഡ്ജ് ധരിച്ചുകൊണ്ടിരുന്ന അച്ഛന്മാർ ഒരു നൃത്തം കാണുമ്പോൾ സ്വാഭാവികമായിട്ട് കൈയടിച്ചു പോകും, അല്ലെങ്കിൽ താളം പിടിച്ചു പോകും. അതൊരു ആസ്വാദനമായി മാത്രം കണ്ടാൽ മതി. ഈ ഒരു നഗ്നതയെ ആസ്വദിക്കലല്ല വാസ്തവത്തിൽ, അത് നൃത്ത ചുവടുകളെ ആസ്വദിക്കലാണ്. അപ്പൊ അങ്ങനെ ഇതിനെ വേർതിരിച്ച് കാണാൻ പുറത്തു നിന്ന് നോക്കുന്ന പലരും കഴിയുന്നില്ല എന്നുള്ളതാണ്. എന്തിലും ചില അല്ലെങ്കിൽ അവർ വിളിക്കരുതായിരുന്നു. ഒരു കലാകാരിയെ വിളിക്കുക, കലാകാരി അതൊരു വസ്ത്ര സ്വാതന്ത്ര്യമുള്ള നാടാണ് നമ്മുടെ. പിന്നെ അത് അങ്ങനെ വരണമോ, ഏത് തരത്തിൽ വരണം എന്നൊക്കെ ചിന്തിക്കേണ്ടത് അവരാണ്. അത് വേറെ ഇരുന്ന അച്ഛന്മാർ നൃത്തം കണ്ടപ്പോ കാസ അവരുടെ നഗ്നത കണ്ടു എന്നുള്ളതാണ്. അല്ല, അത്തരത്തിലാണ് പറഞ്ഞത്. അപ്പൊ അച്ഛന്മാര് ആ ടാഗ് ഇട്ടുകൊണ്ട് അവിടെ ഇരുന്ന് അവർ എഴിച്ചു പോകണമായിരുന്നു എന്നൊക്കെയാണ് പറയുന്നത്. ആ എഴിച്ച് ഫ്രണ്ട് റോയിൽ ഇരിക്കുന്ന കോളേജിന്റെ വളരെ പ്രധാനപ്പെട്ട ആൾക്കാരായിരിക്കുമല്ലോ ഫ്രണ്ട് റോയിൽ ഇരിക്കുന്നത്. ഒരു നടി ആ സ്റ്റേജിലോട്ട് കയറുകയും അവർ നൃത്തം വയ്ക്കാൻ തുടങ്ങുമ്പോ ഈ മുൻവശത്തിരിക്കുന്ന ആൾക്കാർ എഴുന്നേറ്റ് പോയാൽ ആ നടിക്ക് എന്തൊരു മോശമായിരിക്കും. അല്ല, മോശത്തിന്റെ മാത്രമല്ല, നടി ചിലപ്പോൾ ശ്രദ്ധിക്കില്ലായിരിക്കും. കാര്യം അവർക്കൊരു വിഷയമല്ല. കാര്യം അവരുടെ ശ്രദ്ധ മൊത്തം നൃത്തത്തിലായിരിക്കും. ഈ അച്ഛന്മാർ എണീറ്റ് പോകുമ്പോഴൊരു പ്രശ്നം വെച്ചാല് പിന്നെ അവിടെ ഇവര് ഇതിന്റെ നിയന്ത്രിക്കുന്ന ആളുകളായിരിക്കും. അവിടുത്തെ പ്രിൻസിപ്പലോ മാനേജരോ അങ്ങനെ എന്തെങ്കിലും കൊണ്ടായിരിക്കും. അപ്പൊ കുട്ടികളെ കുറിച്ച് അച്ചടക്കത്തോടെ സംഭവം ഇരിക്കും. ഇവരിയ്ക്കുന്നതും ഇവരെണീറ്റ് പോയി കഴിഞ്ഞാൽ എന്താ സംഭവിക്കും? ആകെ അലങ്കോലം. പറയുന്നവർക്ക് എന്തും പറയാം. പിന്നെ ഇത് പറഞ്ഞതുപോലെ സർക്കാർ തന്നെ ഒരു മാനദണ്ഡം ഇതിന് വെച്ചിട്ടുണ്ട് എങ്കിൽ ആ മാനദണ്ഡം ഒന്നുകൂടി പാലിക്കേണ്ടതുണ്ട്. അത് വേറെ കാര്യം. മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ടായിരിക്കാം വിളിച്ചിട്ടുള്ളൂ. നേരത്തെ ജാസിയെ വിളിച്ചതും അങ്ങനെ തന്നെ ആയിരിക്കാം. പക്ഷെ ജാസിക്ക് ഇവിടെ വേറൊരു നിയമം, ഇവിടെ വേറൊരു നിയമം, ഇതൊക്കെയാണ് ചോദ്യം ചെയ്യപ്പെടേണ്ടത്. അല്ല, അത് സർക്കാരിന് ചെയ്യാൻ പറ്റില്ലതാണ് കാര്യം. അറിയോ, നമ്മുടെ സർക്കാരിന്റെ നയം എന്താ? പിന്നെ ആഹാരത്തിലും വസ്ത്രത്തിലും ഒന്നും ഈ നിയന്ത്രണങ്ങളും നിയമങ്ങളും കൊണ്ടുവരുന്നത്. അല്ലെങ്കിൽ ഒരു കലാലയത്തിന്റെ ഉള്ളിലേക്ക് വരുമ്പോൾ വലിയ വലിയ അപകടങ്ങളൊക്കെ നടക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ചില ആനിവേഴ്സറിയൊക്കെ ബന്ധപ്പെട്ടിട്ട് അടുത്ത കാലത്ത് കൊച്ചിയിലൊക്കെ. അപ്പൊ അത് സ്വാഭാവികമായിട്ടും അതിന് ചില മാനദണ്ഡങ്ങൾ വേണം. സർക്കാർ ഒരു പൊതു മാനദണ്ഡം ഉണ്ടാവും. പക്ഷെ എങ്കിലും ഒരു സ്വതന്ത്രമായ ഒരു മാനേജ്മെന്റിന്റെ കീഴിലുള്ള ഒരു സ്ഥാപനത്തിലേക്ക് വിളിക്കും. മാനദണ്ഡം എന്ന് പറയുമ്പോൾ അപ്പൊ എന്റെ സംശയം
ഈ മാനദണ്ഡം എന്ന് പറയുമ്പോൾ നടിമാർക്ക് ഇത്ര അല്ല, അത് ഡ്രസ്സിലല്ല. ഒരാൾക്ക് പുറമെ നിന്ന് ക്ഷണിക്കപ്പെടുന്ന ഒരു അതിഥി കോളേജിലേക്ക് വരുമ്പോൾ അവിടെ എന്തൊക്കെയാണ്, എന്തിനാണ് വിളിച്ചത്, എന്തൊക്കെയാണ് ചെയ്തത്, അതൊക്കെയാണ് എന്റെ തന്റെ വസ്ത്രവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളല്ലേ ഇത് വാസ്തവത്തിൽ. അതിനുള്ള നഗ്നത കാണിച്ചതാണല്ലോ വിഷയം. അത് പറയുന്നവർക്ക് പറയാം. ഇപ്പൊ പറഞ്ഞല്ലോ, അത് കാണുന്ന കണ്ണിന്റെ ദൂഷ്യമാണെന്ന് പലതരത്തിൽ വ്യാഖ്യാനിക്കാം ഇതിനെ. വാസ്തവത്തിൽ ഇവിടെ നമ്മുടെ വിഷയം എന്ന് പറയുന്നത്, ഇവർ വരുന്നു, നൃത്തച്ചുവടുകളുമായി അവര് കുട്ടികളെ ഒന്ന് രസിപ്പിക്കുന്നു, പോകുന്നു. അതിനെ അങ്ങനെ കണ്ടാൽ പോരെ വാസ്തവത്തിൽ. ഇപ്പൊ തന്നെ നമുക്ക് നഗ്നതയുമായി ബന്ധപ്പെട്ടിട്ടാണെങ്കിൽ ഇപ്പോ ഹിന്ദു സമൂഹത്തിൽ നഗ്ന സന്യാസിമാർ അപ്പൊ ഇപ്പോഴത്തുള്ള വാദം എന്താണ് വാസ്തവത്തിൽ? ഈ ആഗോളീകരണത്തിന്റെ ഈ സമയത്ത് ഇപ്പോ ആളുകൾ മുണ്ട് മടത്തി കുത്തുകയാണ്. എന്തുകൊണ്ട് പെണ്ണിനെ മുണ്ട് മടത്തി കുത്തിയാൽ എന്താ പ്രശ്നം? അതും രണ്ട് തരത്തിലുള്ള രണ്ട് ജെൻഡറിന്റെ കാഴ്ചപ്പാടുകളാണ്. സർവോപരി ഇപ്പൊ ജെൻഡർ ഈക്വാലിറ്റിയുടെ കാലം കൂടിയാണ്. അപ്പൊ അതുകൊണ്ട് ഡ്രസ്സ് ലേശം കുറഞ്ഞു പോയി എന്ന് വെച്ചിട്ട്, പിന്നെ ഇതിനകത്ത് മറ്റേയും തരത്തിൽ വ്യാഖ്യാനിക്കാം വാസ്തവത്തിൽ. ഡ്രസ്സ് എത്രമാത്രം കുറഞ്ഞിരിക്കുമോ അത് പിന്നെ ആളിന്റെ വലിപ്പം കൂട്ടും എന്ന് പറയുന്ന അതൊക്കെ കാഴ്ചപ്പാടുകളാണ്. വാസ്തവത്തിൽ ഇതൊന്നും ഉദ്ദേശിച്ചുകൊണ്ടായിരിക്കില്ല അമല അവിടെ വന്ന് കയറിയിട്ടുള്ളത്. അമല വളരെ രസകരമായിട്ടുള്ള കാണാനുഭവമുള്ള ഒരു ഡ്രസ്സ് ഇട്ട് വന്നു. സ്വാഭാവികമായിട്ടും അവര് ഒരു കലാകാരിയാണ്, കൂടുതൽ അപ്പിയറൻസിൽ കൂടുതൽ ശ്രദ്ധിക്കും. അവിടെ വരുമ്പോൾ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഒന്ന് പെരുമാറും. ഇത്രയൊക്കെ അവർ ചെയ്തോളൂ. അതിന് ഇത്ര വലിയ വിവാദമാക്കേണ്ട കാര്യമില്ല എന്നാണ് വാസ്തവത്തിൽ എൻ്റെ ഒരു അഭിപ്രായം. ഇതിപ്പോ കാശ് ശ്രദ്ധിക്കേണ്ടത് അമലാപോളിനെ നന്നാക്കലല്ല, പകരം അമലാപോൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത ഡ്രസ്സ് അവിടെ ഇനി എത്ര കുട്ടികൾ ധരിച്ചു വരും എന്നാണ് ശ്രദ്ധിക്കേണ്ടത്. കാര്യം ഫാഷനാണല്ലോ. ഇവർ ചിലപ്പോൾ എനിക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത ഫാഷൻ ആയിരിക്കാം, അതിന്റെ ഒരു സൈസും സംഭവത്തിലെ കുറച്ച് വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ നടിമാരും സിനിമാ നടന്മാരും അവരെപ്പോഴും ഈ പുതിയ ഫാഷൻ ഇൻട്രൊഡ്യൂസ് അവരിൽ കൂടിയാണ് എല്ലായിടത്തും പടരുന്നത്. സ്വാഭാവികമായിട്ടും ഇനി ശ്രദ്ധിക്കേണ്ട സെന്റ് ആൽബർട്ട്സിലെ കുട്ടികൾ പിന്നെ അമലാപോൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത വസ്ത്രം ധരിക്കുക, അവിടെയാണ് കാസയുടെ ഇടപെടൽ വരേണ്ടത്. ഇവരൊരു പരിപാടിക്ക് വന്ന് ചെയ്ത് അരമണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂർ പരിപാടി ചെയ്ത് അവർ പോയി, അതോടെ ആ സംഭവം കഴിഞ്ഞു. അതിന്റെ മേലുള്ള വിവാദം ഉണ്ടാക്കേണ്ടത്. മറിച്ച് ഈ നഗ്നത എന്ന് പറയുന്ന പിന്നെ സംഭവത്തെ നമ്മുടെ നാട്ടിൽ തന്നെ എത്രയോ കുട്ടികൾ നമ്മൾ റോഡിലേക്ക് കണ്ടു കഴിഞ്ഞാൽ വളരെ വൾഗറായിട്ട് യാത്ര ധരിച്ചു പോകുന്ന എത്രയോ ആളുകൾ കാണാൻ പറ്റും. ഇതവരൊരു പെർട്ടിക്കുലർ പ്രോഗ്രാമിൽ നിന്നും ആ വെന്യൂവിൽ മാത്രം നിന്നും അവരുടെ നൃത്തം ചെയ്ത് അവർ പോയി. ഇതൊന്നും ചിലപ്പോൾ അമലാപോൾ ചിന്തിച്ചിട്ടുണ്ടാവില്ല ഒരു പക്ഷേ. അല്ല, ഇതിനകത്ത് പിന്നെ ആഴത്തിൽ ചിന്തിച്ചാൽ ഇപ്പോൾ നമ്മുടെ ഈ പ്രബുദ്ധതയും ഈ നമ്മുടെ വസ്ത്രധാരണവും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് നമുക്ക് അങ്ങനെയും നമുക്ക് പരിധിയിലിരിക്കും. അപ്പൊ പിന്നെ അതാണ്. പിന്നെ പൊതുവിടം സ്വകാര്യത. അപ്പൊ പൊതുവിടത്തിൽ ഞാൻ ചെല്ലുമ്പോ ഞാൻ എങ്ങനെ എന്ത് വസ്ത്രം ധരിക്കണം എന്നുള്ളതാണ്. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങളൊക്കെ ഉണ്ടാകും. അത് അവരവരുടെ മനോനിലയ്ക്ക് വിട്ടുകൊടുക്കുകയും മാർഗമുള്ളൂ. പിന്നെ ഇല്ലെങ്കിൽ പിന്നെ ഞാൻ ചെല്ലുന്നിടത്ത് അവർ നിഷ്കർഷിക്കണം, താങ്കൾ ഈ ഡ്രസ്സ് ഇട്ടുകൊണ്ടേ വരാവും. ചിലപ്പോൾ നമ്മുടെ വിംബിൾഡൺ ടൂർണമെന്റ് അല്ലെങ്കിൽ നമ്മുടെ ചില ക്ലബ്ബുകളിലൊക്കെ കയറാനായിട്ട് വളരെ ലോകപ്രസിദ്ധ ആൾക്കാരെ പോലും ചില ക്ലബ്ബുകളിലേക്ക് പിന്നെ ഉള്ളിലേക്ക് കടത്തിവിടാത്തതിന് കാരണം അവരെ ഈ ക്ലബ്ബുകൾക്കുണ്ടായിരുന്ന ഡ്രസ് കോഡാണ്. ആ ഡ്രസ് കോഡ് ഇല്ലാതെ ഇപ്പൊ ചില ടൂർണമെന്റ് കളിക്കണം വൈറ്റ് ആൻഡ് വൈറ്റിട്ട് കളിക്കാൻ കഴിയുള്ളൂ. അത് ചില ഇന്റർനാഷണൽ ടൂർണമെന്റുകളിൽ നിങ്ങൾ വൈറ്റ് ആൻഡ് വൈറ്റിൽ നിങ്ങൾ കളിക്കാൻ സാധിക്കില്ല. അതിന് നിങ്ങളുടെ പിന്നെ ഇതുവരെ നേടിയ നേട്ടങ്ങളൊന്നും പിന്നെ വിഷയമല്ല. ഇങ്ങനെ വളരെ പ്രസിദ്ധരായ ആൾക്കാർ ചില ടൂർണമെന്റുകളിൽ ഇതിന് പിണങ്ങി മാറി നിൽക്കുകയും പിന്നീട് അത് പിന്നെ പങ്കെടുക്കുകയും ചെയ്ത വിഷയങ്ങളൊക്കെയുണ്ട്. ഇപ്പൊ നമ്മുടെ ആന്ധ്ര അഗാസി കഴിഞ്ഞ കുറച്ച് ടെന്നീസ് പ്ലെയർ ആയിരുന്നു. ഇങ്ങനെയൊക്കെ പിന്നെ നമ്മുടെ മദ്രാസ് ക്രിക്കറ്റ് ക്ലബിലേക്ക് വിവൻ റിച്ചാർഡ്സ് വരുന്നതും എനിക്ക് ഭംഗിയായിട്ട് എനിക്ക് ഓർമ്മയുണ്ട്. ഇപ്പൊ എന്റെയൊക്കെ കുട്ടിക്കാലത്ത് ഇപ്പൊ കോളേജ് പഠന കാലത്ത് നമ്മുടെ യൂണിവേഴ്സിറ്റി കോളേജിൽ തന്നെ കാവി ഉടുത്തുകൊണ്ട് കോളേജിലേക്ക് വന്നപ്പോൾ അന്നത്തെ പ്രിൻസിപ്പൽ അത് തടഞ്ഞിരുന്നു. അപ്പൊ ആ കാലം മാറി കഴിഞ്ഞിരിക്കുന്നു. പക്ഷെ എങ്കിൽ കൂടിയും ചിലർക്ക് ഇപ്പൊ അതുപോലെ തന്നെ ആൽബർട്ട്സ് കോളേജിന് വേണമെങ്കിൽ അല്ലെങ്കിൽ ഇവിടുത്തെ പിന്നെ സ്വകാര്യ മാനേജ്മെന്റുകൾക്കോ അല്ലെങ്കിൽ സർക്കാർ തരത്തിലുള്ള കോളേജുകൾക്കോ ഒരു തീരുമാനമെടുക്കാം. ഇതാണ് നമ്മുടെ ഡ്രസ് കോഡ്. കോളേജിലേക്ക് വരുമ്പോൾ ഫംഗ്ഷനിലേക്ക് വരുമ്പോൾ അത് പറയാത്തിടത്തോളം കാലം നമ്മൾ അമലയെ കുറ്റം പറയുന്നത്. അതാണ് ഇവിടെ ഒരു വിഷയം എന്ന് പറയുന്നത്. പിന്നെ പറയുന്നവർക്ക് പറയാം, ഈ പറഞ്ഞതുപോലെ ഈ ചില കട്ടർ വാദികളൊക്കെ പലതിലും ഉണ്ടാവാം. അവര് ഇത് കണ്ടുകൊണ്ടുന്ന ഒരു കുട്ടി പിന്നെ നശിച്ചു പോകുന്ന കാലമല്ല ഇത്. അത് പിന്നെ നിങ്ങൾ വേണം തീരുമാനിക്കാൻ നിങ്ങൾ ഡ്രസ്സ് ഏതിടണം. ഞാൻ ഒരു സ്ഥലത്തേക്ക് ചെല്ലുമ്പോൾ ഇപ്പൊ എന്റെ വീട്ടിലൊരു കല്യാണ ചടങ്ങിന് ഞാൻ എന്ത് ഡ്രസ്സ് ഇടണമെന്ന് ഞാൻ തീരുമാനിക്കുകയാണ്. അവിടെ ഞാൻ ഇത്തരത്തിലുള്ളൊരു പിന്നെ ഡ്രസ്സ് വേണോ ഇടേണ്ടത്, അത് ആൾക്കാർ അംഗീകരിക്കുമോ, അതൊക്കെ നമ്മുടെ മറ്റു വിഷയങ്ങളാണ്. അമലാപോളിനെ തന്നെ നമ്മൾ മറ്റു പല സന്ദർഭങ്ങളിലും കണ്ടിട്ടുള്ളതാണ്. അവര് അങ്ങനെയുള്ള ചടങ്ങുകളിൽ അവർ ആ രൂപത്തിലാണ് വസ്ത്രം ധരിച്ചു പോവുക. ഇതും ധരിച്ചുകൊണ്ട് അവർ നാടുകളെ നടക്കുന്നില്ല. ഈ ഒരു പർട്ടിക്കുലർ പ്രോഗ്രാമിന് കുട്ടികളല്ലേ, യുവാക്കളല്ലേ, ചിലപ്പോൾ അവർ പുതിയൊരു ഫാഷൻ ഇൻട്രൊഡ്യൂസ് ആയിരിക്കാം. അല്ലാതെ ഇത് അവരെ ഈ പേരും പറഞ്ഞ അമലാപോളിനെ ടാർഗറ്റ് ചെയ്യുന്നത്
കാസയ്ക്ക് ഭൂഷണമല്ല എന്നുള്ളതാണ്. കുറച്ച് ദിവസം മുമ്പ് നമ്മുടെ ആസിഫ് അലിക്കെതിരെ പിന്നെ ആസിഫ് അലിയുടെ വിഷയം വന്നിരുന്നു. അപ്പൊ ഇത് കലാകാരന്മാർക്കും കലാകാരികൾക്കും ഇതിങ്ങനെ അവർ തുടർന്നു പിടിക്കുന്ന ഒക്കെ പ്രശ്നങ്ങളായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അവര് വാസ്തവത്തിൽ ഒരു കലാകാരനായതുകൊണ്ട് എന്ത് വാങ്ങാമെന്നല്ല ഈ പറഞ്ഞു വരുന്നത്. എങ്കിൽ കൂടിയും ഒരുപക്ഷെ അവർക്ക് വസ്ത്രധാരണത്തിലൊക്കെ പുതിയ ഫാഷനൊക്കെ ഇറക്കുന്നത് അവർ തന്നെയാണ്. അപ്പൊ അത് അങ്ങനെ മാത്രമല്ല, ഇത്തരം വേദികളിലാണ് കല്യാണ വീട്ടിൽ പോയി കാണിക്കാൻ പറ്റില്ല. ഈ ഒരു കലാലയത്തിലായതുകൊണ്ടായിരിക്കാം അവല അങ്ങനെ വന്നിട്ടുണ്ടാകുക. പിന്നെ സ്വാഭാവികമായിട്ടും ഒരു നൃത്തവും വച്ചിട്ടുണ്ടാവും. പക്ഷെ ഇത് ചൂണ്ടിക്കാണിക്കുന്ന ഉയർത്തുന്ന ഒരുപാട് ചോദ്യങ്ങളുണ്ട് വാസ്തവത്തിൽ നമ്മുടെ സമൂഹത്തിലേക്ക്. ഇപ്പം നേരത്തെ പറഞ്ഞതുപോലെ ഈ നമ്മുടെ കുഞ്ഞുങ്ങൾ അവർക്ക് ഇപ്പോൾ ഒരുപാട് പക്ഷേ കാലം മാറി വരുന്ന ഒരു ബസ് സ്റ്റോപ്പിൽ പോലും നമ്മുടെ ഒരാണും പെണ്ണും കൂടി ബസ് സ്റ്റോപ്പിൽ ഇരുന്നപ്പോൾ തന്നെ ആ ബസ് സ്റ്റോപ്പോടെ പൊളിച്ചു കളയുന്ന ഒരു നാടാണ് നമ്മുടെ. ഇപ്പോഴും നമ്മുടെ സാഹചര്യങ്ങൾ അവിടെ എത്തി നിൽക്കുന്നേ ഉള്ളൂ. അപ്പൊ അങ്ങനെ ആ പൊളിച്ചു കളയുന്ന മനസ്സുകളുള്ള നാട്ടിൽ സ്വാഭാവികമായിട്ടും ഈ അമല വന്നപ്പോൾ മറ്റൊരു നാട്ടിൽ ആ പ്രദേശത്ത് അവർക്ക് ചിലപ്പോൾ ഇങ്ങനെ തോന്നിയേക്കാം. പക്ഷെ അതിനകത്ത് യാതൊരു വിധത്തിലുള്ള പിന്നെ ഒരു വിവാദമാക്കേണ്ടുന്ന വിഷയമൊന്നും അതിനകത്ത് ഒരു അനാവശ്യമായ വിവാദം എന്നുള്ളതിൽ കവിഞ്ഞ് വാസ്തവത്തിൽ അതിനകത്ത് ഇല്ല. നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ പിന്നെ ക്രിസ്ത്യൻ സമൂഹത്തിൽ മാത്രമല്ല ഹിന്ദു സമൂഹത്തിലും ഒക്കെ ഉണ്ട്. ഇപ്പൊ ആണുങ്ങൾക്ക് എന്തെല്ലാം ഡ്രസ്സ് നമ്മൾ പിന്നെ പുറത്ത് ഇറങ്ങുന്നു. അപ്പൊ അതിപ്പോ അങ്ങനെ ഒരു പിന്നെ വാദം നിലനിൽക്കുന്ന ജെൻഡർ ഈക്വാലിറ്റിയുടെ സൗകര്യങ്ങളെല്ലാം അങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ പൂജാരിമാര് പിന്നെ ഷർട്ടും പാന്റും ജീവിതകാരം പറഞ്ഞിട്ടുണ്ട് ചട്ടിയിടാത്തവരാണെന്നുള്ള രീതി. അതെ, പക്ഷെ അദ്ദേഹം പിന്നെ കുറച്ചുകൂടെ മയപ്പെടുത്തി എങ്കിൽ കൂടിയും അത് പൂജാരി ഡ്രസ്സ്. ഇപ്പൊ ആ ഡ്രസ്സിൽ തന്നെ ആയിരിക്കും ചിലപ്പോൾ പൂജാരി മറ്റൊരിടത്തേക്ക് വരുന്നത്, അല്ലെങ്കിൽ മറ്റൊരു വിശേഷപ്പെട്ട ഡ്രസ്സായിരിക്കാൻ വരുന്നത്. സാഹചര്യങ്ങളൊക്കെ ഓരോ സാഹചര്യം പ്രൊഫഷനും പിന്നെ അവർക്ക് യോജിച്ച ഡ്രസ്സുണ്ട്. അവർ സാഹചര്യങ്ങൾക്കനുസരിച്ച് ഇത്തരം ചടങ്ങുകൾക്ക് അതിനനുകൂലമായ ഡ്രസ്സ് ഇട്ട് വരും. അതിനകത്തൊരു മോശപ്പെട്ട കാര്യം കാണേണ്ടതില്ല എന്ന് തന്നെയാണ് അഭിപ്രായം. പക്ഷേ ഇത് പിന്നെ കൂടി വന്നു കഴിഞ്ഞാൽ തൊടുന്നാലും പിടിക്കുന്നതൊക്കെ ഇത്തരത്തിലുള്ള ചില ഒരു വിവാദങ്ങളിലേക്ക് താലിബാൻ സ്റ്റൈലാണ് ഇതൊക്കെ. നമുക്കിതിനെ അങ്ങനെയൊക്കെ പറയാൻ കഴിയും. അല്ല, നമ്മുടെ വസ്ത്രത്തിന്റെ പേരിൽ എന്തെല്ലാം പ്രശ്നം. ഇപ്പൊ ഭരണയുടെ പേരിൽ എന്തെല്ലാം വിഷയം വന്നു, അതിനും അനുകൂലിച്ചും പ്രതികൂലിച്ചും. അതേപോലെ ഇതിനെല്ലാം ഓരോന്നിനും കടുത്ത നിയമങ്ങൾ നമ്മുടെ നാട്ടിൽ വെച്ചാൽ നമ്മൾ ഈ കാണുന്ന ഈ പ്രബുദ്ധത അല്ലെങ്കിൽ നമുക്ക് മുന്നോട്ടുള്ള പോക്ക് അതിനെ പല അർത്ഥങ്ങളിലും പിറകോട്ട് വലിക്കാൻ മാത്രമല്ല സാധിക്കും. പിന്നെ ഓരോ കോളേജ്മെന്റിന്റെ മാനേജ്മെന്റിനും നമുക്ക് അവർക്ക് തീരുമാനിക്കാം നിങ്ങൾ എന്തിടണം എന്തിടണ്ട, ആരെ വിളിക്കണം എന്ന്. പക്ഷെ നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, എല്ലാവർക്കും ഒരു നിയമമായിരിക്കണം. ഇവിടെ ഒരു കോളേജ് നേരത്തെ ജാസി ഗിഫ്റ്റിന്റെ കാര്യം എടുത്ത് പറഞ്ഞു. അപ്പൊ അന്ന് പിന്നെ സാഹചര്യം അദ്ദേഹത്തിനെതിരായിരുന്നു. അപ്പൊ ഇങ്ങനെ തൊട്ടുവിനെ പിടിച്ചൊരു വിവാദം എന്നുള്ളത് നമ്മുടെ നാട്ടിൽ വാസ്തവത്തിൽ ഇപ്പോൾ കൂടുതലായിട്ട് വന്നുകൊണ്ടിരിക്കുന്നു. അത് ഭൂഷണമല്ല എന്ന് മാത്രമേ നമുക്ക് ഇതിനകത്ത് പറയാൻ പറ്റുള്ളൂ. ബാക്കി ജനം തീരുമാനിക്കാം.